അമ്മച്ചി, അമ്മച്ചി എന്ത് പറ്റി? എന്താ ആന്റി? അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി, അച്ചായ, നമുക്ക് വഴിയുണ്ടാക്കാം. പപ്പ, പപ്പ, പപ്പ എന്ത് പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ പ്ലീസ്, പറ പപ്പ പ്ലീസ് പറ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ. സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ. എന്നാലേ അവൻ ഇന്നലെ മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. അവക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാ അവളിപ്പം പൊട്ടി പൊട്ടി കരയായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. അച്ഛൻ പറഞ്ഞൊരു മോഡല് സംഭവിക്കും. വാചം അപ്പൊ ചേട്ടായില്ലേ പറഞ്ഞ കത്തെഴുതി വെച്ചിട്ടാണ് പോയെന്ന്. ഒന്നും മിണ്ടാതിരിടാ ഒരുത്തം കെട്ടവൻ. അപ്പൊ നമ്പരായിരുന്നല്ലേ. എല്ലാരും പോയി തന്നാ മതി. മോളെ, അപ്പച്ചൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, പപ്പ പറഞ്ഞത് കേട്ടതിനാ എനിക്ക് കിട്ടിയത്. ആൻഡോ മാർ മോളെ അന്നമ്മേ, ഇത് പോളച്ചനാണ് പറയുന്നത്. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്. അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് അത് ചെയ്യരുതാ. അകത്ത് കയറി തന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും.
രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. മോളെ നീ എന്തെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ അപ്പച്ചനെ ചീത്ത വിളിച്ചോ. ഏ? എന്നാലും മിണ്ടാതിരിക്കല്ലോ പോലെ. അപ്പച്ചന് പേടിയായിട്ടാ. എനിക്ക് അവളിന് വല്ല അവയോഗവും കാണിക്കുവോ? ഏയ്, ഞാൻ സംസാരിക്കാം. മോളെ അന്നമ്മ അലമാരയുടെ മുകളില് എലിവിഷം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കതെടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളെടുത്ത് കുടിക്കരുത്. നിന്റെ ജോർജ് എത്താനെ പറയണ. ഈശോ, ജോജി, എന്ത് പറ്റി മോനെ? ജോജി മോനെ, എടുക്ക് എടുക്ക്. എന്നെ നോക്കി നിൽക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. എടുക്ക് മോനെ. ഒന്നുമില്ല ജോർജ്. അച്ഛനെന്തോ കുഴപ്പങ്ങൾ. ഒരു പോക്കളെയും വിളിക്കായിരുന്നു. നല്ല കനമുഷിച്ചു. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജിക്കുട്ടാ. ആളുകൾ പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ. പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ. ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവനെ നട്ടൽ ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്. കാല് സൂക്ഷിക്കണേ. എന്റെ ജോർജ് ജോർജേ, ചെറുക്കം പോലെ ഞങ്ങൾക്ക് വിഷമല്ലോ. താനും തന്റെ ആൾക്കാരും ചെന്ന് എത്ര പുള്ളാൻ അടിച്ചു തീർത്തെന്നറിയോ? തന്റെ പുളിക്കല കളവന ചാച്ചനുണ്ടല്ലോ, അയാള് മാത്രം അടിച്ച് 2 ഫുള്ള്. ഭർത്താവേ, 2 ഫുള്ള്. ജോർജ്, എനിക്ക് ദണ്ഡമുണ്ട് ഏട്ടായി. ആൻഡോ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. ആ. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. അയ്യോ, അങ്ങനെ. തന്നോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. ഏത് വേണോ തന്റെ മാപ്പ്? നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടു. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. ക്ഷമിക്കും. താൻ തന്റെ മോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ കുഴിച്ചു മൂടാൻ ബാക്കിയുണ്ടാവില്ല. അതിനെതിരെ നിങ്ങളെ കൈ കിട്ടിയാ ഞാൻ തന്നെ അവനെ കൊല്ലും. കോംപ്ലിമെന്റ്സ് ഫ്രം മണികണ്ഠൻ മോട്ടോഴ്സ്. സാർ ഓർഡർ ചെയ്ത വണ്ടി മോടെ കല്യാണം കണ്ട് MD നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടോ. കർത്താവേ, ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ, എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാ മതി. കറിയാച്ചാ, ഇപ്പൊ വരുന്ന ദേഷ്യത്തിന് തന്റെ മൊട്ടത്തല ഞാൻ തല്ലി പൊട്ടിച്ചെന്നെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം. അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ചോ, ആൻഡോ ഒന്ന് ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാത്ത പലതും എന്റെ വായിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദിക് കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട അച്ചോ. അച്ചോ, ഈ ശോഭിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ.